ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കൊച്ചമ്മണിയും ഗ്രൂപ്പും ഹൃതിയെ വിളിച്ചുകൊണ്ട് പോയതാണ്. പോയ സന്തോഷത്തിലല്ല തിരിച്ചു വരുന്നത്. കൊച്ചമ്മണി എന്തൊക്കെയോ പറഞ്ഞ് ബഹളം വെച്ചോണ്ടാണ് വരുന്നത്. അതൊക്കെ കണ്ടോണ്ട് വേണുവേട്ടൻ ചോദിക്കുന്നത്, എന്ത് പറ്റി? ഓ, ഈ പെണ്ണ് ഞങ്ങളെ വിളിച്ചോണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞ് വേണ്ടതൊക്കെ മേടിച്ച് കഴിക്കാൻ. ഈ ചില്ലിക്കാശിന് വിലയില്ലാത്ത തമ്പുരാട്ടി. മോളെ തങ്കവേന്നൊക്കെ വിളിച്ചോണ്ട് കൂടെ നടന്ന കൊച്ചമ്മണിയാണ് അങ്ങനെ പറയുന്നത്. അത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഹൃതിക വിങ്ങിപ്പൊട്ടി കരയുവാണ്. അത് കണ്ട് വേണുവട്ടം പറഞ്ഞു, ദേ തള്ളേ, എൻ്റെ മുന്നിൽ വെച്ച് ഈ കൊച്ചിനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് പിന്നെ ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ടി വരും. അതിൻ്റെ കാരണമേ, ഈ കൊച്ചിൻ്റെ അമ്മയുടെ തറവാട്ടിന് ഞാൻ ഒരുപാട് ആഹാരം കഴിച്ചിട്ടുണ്ട്. ഹോട്ടലിൽ പോയ കഥയുടെ അവസാനം എന്താണെന്നറിയാനുള്ള വെപ്രാളം കൊണ്ട് രാധമ്മ ചോദിക്കുന്നു, ബാക്കി കഥകളോടെ നിങ്ങൾ പറ, പിന്നീട് എന്തുണ്ടായി? കൊച്ചമ്മണി പറയുക, ചിക്കനും മട്ടനും പോത്തും കീത്തും അങ്ങനെ ഉള്ളതെല്ലാം ഞങ്ങൾ വാരി വലിച്ചങ്ങ് കഴിച്ചു. വേണുവട്ടം പറയാം, ഓസിന് കിട്ടിയതല്ലേ, അപ്പോൾ അങ്ങ് വിഴുങ്ങിയേക്കാന്ന് കരുതി അങ്ങ് വിഴുങ്ങി. അങ്ങനെ പറ. പ്രിയ ദേഷ്യത്തോടെ പറയുക, ബില്ല് വന്നിട്ട് പേ ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ അക്കൗണ്ടിൽ പൈസ ഇല്ലത്രേ. ഹൃതിക കരഞ്ഞോണ്ട് വേണുവിനോട് പറയുന്നു, അങ്കിളെ, എൻ്റെ അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നന്ദി കെട്ട നമ്മുടെ കൊച്ചമ്മണി പറയാ, ഈ പെണ്ണിൻ്റെ കയ്യിലെങ്ങും ഒരു നയാ പൈസ പോലും ഇല്ല. ഇവള് രമ്യയെപ്പോലെയൊന്നുമല്ല, ഇവള് വെറും പിച്ചക്കാരി. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞത് കേട്ടത് രാധമ്മയ്ക്ക് വലിയ സന്തോഷമായി. രാധമ്മയ്ക്ക് അങ്ങ് മനസ്സുകൊണ്ടങ്ങ് ചിരിക്കുവാണ്. കോടീശ്വരിയും തമ്പുരാട്ടിയുമായ ഹൃതിക മോളെ ഇങ്ങനെ പറഞ്ഞത് വേണുവേട്ടന് സഹിക്കുവോ? വേണ്ടേ, മര്യാദകേട് പറയരുത്, എൻ്റെ കൺട്രോൾ പോവും. ജയ, ഈ തള്ളയെ വിളിച്ചോണ്ട് പോടാ, കിളവിയാന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്നിട്ട് ഹൃതിയോട് വേണുവട്ടം പറയുന്ന, മോള് വിഷമിക്കണ്ട, കാശ് ട്രാൻസ്ഫർ ആകാൻ പറ്റാത്തതേ ചിലപ്പോൾ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം വല്ലതും ആയിരിക്കും. വേണുവേട്ടൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഹൃതികയ്ക്ക് അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഹൃതിക അങ്ങ് പൊട്ടിക്കരയുവാണ്. കഥ കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണോ അതോ ഹൃതികയെ നാണം കെടുത്തുന്നതിന് വേണ്ടിയാണോ എന്നറിയില്ല. രാധമ്മ ചോദിക്കുന്നു, എന്നിട്ട് എന്തായി, പിന്നെ എങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ഊരിപ്പോന്ന്? കൊച്ചമ്മണി പറയാ, ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നങ്ങ് വിയർത്തുപോയി. പിന്നെ ഗത്യന്തരമില്ലെങ്കിൽ ഞാൻ അവിടുത്തെ തൂപ്പുകാരിയായിട്ടങ്ങ് മാറാമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് എൻ്റെ മോൻ ജയൻ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞ് അവൻ വന്ന് ബില്ല് പേ ചെയ്തു. എൻ്റെ ദൈവമേ, ഈ മന്ത്രിയുടെ മോൾ ഇത്ര ഗതികെട്ടവളാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ കൊച്ചമ്മണി പറയുമ്പോൾ ജയൻ പറയാം, വെറുതെ ജാട കണ്ട് മയങ്ങിപ്പോയതാണെന്നേ. ഹൃതിയെ അങ്ങനെ ഓരോരുത്തരും മാറി മാറി അപമാനിക്കുന്നത് കാണുമ്പോൾ രാധമ്മയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. രാധമ്മയെ അങ്ങ് ചിരി ഉള്ളിലടക്കി, അതായത് വേണുവട്ടനെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ രമ്യ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രമ്യയെ വിളിച്ച് ബില്ലടപ്പിച്ചാനെ എന്ന് പ്രിയയും കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഹൃതികയ്ക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല. ഹൃതിക അങ്ങ് പൊട്ടിക്കരയുവാണ്. അത് കണ്ടുകൊണ്ട് വേണുവട്ടം പറയും, മോളെന്തിനാ കരയുന്നത്, മോളകത്ത് പോ എന്നും പറഞ്ഞ് ഹൃതികയെ പറഞ്ഞ് അകത്തോട്ട് വിടുന്നുണ്ട്. നിങ്ങൾ കളിയാക്കിക്കോ ഹൃതിക മോളെ, എത്ര വേണേലും കളിയാക്കിക്കോ, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നെൽപ്പാടത്തെ കതിരും പതിരും ഉണ്ട്. കതിര് തലകുരിഞ്ഞ് നിൽക്കും, പതിരാണെങ്കിലോ തല ഉയർത്തി നിൽക്കും. എന്താ അതിൻ്റെ തലമണ്ടയിൽ ഒന്നുമില്ല. കതിരെന്താ തലകുരിഞ്ഞ് നിൽക്കുന്നത്? അതിൻ്റെ തലയിൽ നെല്ലുള്ളത് അതുകൊണ്ടാണ് ഹൃതിക മോളെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം തലകുനിഞ്ഞ് നിന്നത്. ഹൃതിക മോൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ആ കൊച്ചിൻ്റെ അമ്മ വീട്ടിലെയും അച്ഛൻ വീട്ടിലെയും അതിനുള്ള സ്വത്ത് എത്രയൊക്കെയാണെന്നാണ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ തലചുറ്റി വീഴും. ഇതൊന്നും അറിയാതെ നിങ്ങൾ ആ കുഞ്ഞിനെ തെരുവ് തണ്ടിയെന്ന് വരെ വിളിച്ചത്. വേണുവേട്ടൻ അങ്ങനെ പറഞ്ഞതും കൊച്ചമ്മണിക്കും ജയനും അക്കിടി പറ്റിയ പോലായി. അയ്യോ, തെറ്റായി പോയോ, പറഞ്ഞതൊക്കെ അബദ്ധമായല്ലോ എന്നിങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. വാരിക്കോരി ആർക്കും എന്തും കൊടുക്കുന്ന സ്വഭാവമാണ് ഹൃതികമോൾക്കുള്ളത്. അതിപ്പം നിങ്ങളായിട്ട് അങ്ങ് ഇല്ലാതാക്കി, എനിക്കിതിൽ പരം ഒരു സന്തോഷമില്ല എന്നും പറഞ്ഞ് വേണുവേട്ടൻ സന്തോഷത്തോടെ ചിരിക്കുവാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അബദ്ധം പറ്റി അണ്ടികളഞ്ഞ് അണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ ഹൃതികയാകെ വിഷമത്തിലുമാണ്. ഹൃതിക പുറത്ത് വന്നിരുന്നുകൊണ്ട് രാജുവിനെ ഫോൺ ചെയ്ത് വിളിക്കുവാണ്. രാജു എവിടെയാ? ഞാൻ പുറത്ത് നിൽക്കുമോ മേഡം? എന്താ മേഡം പറഞ്ഞോളൂ. രാജു, അത് ഇവിടുന്നൊരു സംഭവം ഉണ്ടായി. എന്താ മേഡം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ഹൃതിക ആ ഹോട്ടലിൽ പോയതും ആ ഹോട്ടലിൽ വെച്ചുണ്ടായ സംഭവവും അതിനുശേഷമുള്ളതൊക്കെ ഹൃതിക പറയുന്നുണ്ട്. അപ്പോൾ രാജു ചോദിക്കുന്നു, ഇത് മേഡമായിട്ടല്ലല്ലോ പോയത്, അവരല്ലേ മേഡത്തിനെ വിളിച്ചുകൊണ്ട് പോയത്? അയ്യോ അല്ല രാജു, ഞാനായിട്ട് കൊണ്ടുപോയതാ. അപ്പോഴേ രാജുവിന് കാര്യം മനസ്സിലായി. ഒരിക്കലും ഹൃതികയായിട്ടല്ല ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയത്, അവരെല്ലാം മനഃപൂർവ്വം ഹൃതികയും വിളിച്ചുകൊണ്ട് പോയതാണെന്ന്. മേഡം വിഷമിക്കേണ്ട, അതല്ല രാജു, എൻ്റെ 2 അക്കൗണ്ടിലും നിറയെ കാശുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ നടക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെന്താ മേഡം വിഷമിക്കേണ്ട, ഞാനത് അന്വേഷിച്ചോളാം എന്ന് രാജു പറയുന്നുണ്ട്. എന്നാലും ഞാൻ അവിടെ വെച്ച് ഒരുപാട് നാണം കെട്ടുപോയി രാജു. ഞാൻ വീണ്ടും പറയുക, മേഡം വിഷമിക്കാതെ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് രാജു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്.
ഉദ്ദേശിച്ച പോലെ ഋതികയുടെ കയ്യിൽ നിന്ന് പൈസ ഇനി കറക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിലായി നമ്മുടെ കൊച്ചമ്മണിക്ക്. കൊച്ചമ്മണി ഉടനെ പച്ചോന്തിയെ പോലെ കളറൊക്കെ മാറ്റിക്കൊണ്ട് ദാണ്ട രുക്മിണിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പാത്തും പതുങ്ങിയാണ് കൊച്ചമ്മണി പോകുന്നത്. പറയുന്നുണ്ട് ഓടാനുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം പോകേണ്ടത്, കാരണം രണ്ടും കിണ്ണത്തിച്ചാടിയ രണ്ടെണ്ണം അതിനകത്തിരിക്കുന്നത്. ഏതായാലും ചിലപ്പോൾ തല്ല് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. രുക്മിണിയേ മോളേ എന്നൊക്കെ കിടന്നിട്ട് കൊച്ചമ്മണി വാതക്കുന്നെന്ന് വിളിക്കുക. രുക്മിണിയുടെ വിളിയാക്കാത്തതുകൊണ്ട് കൊച്ചമണി തന്നെ അകത്തോട്ടങ്ങ് കയറി പോവാണ്. മോളെ രുക്മിണിയേ, രുക്മിണി മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അകത്തുനിന്ന് രുക്മിണിയുടെ ശബ്ദം കേൾക്കാം. ആരാത്? അയ്യോ ഞാനാ മോളെ, പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ട കൊച്ചമ്മണിയാ മോളെ. രുക്മിണി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളായിരുന്നോ കൂതറ തള്ളേ, പുറത്തിറങ്ങി പൊയ്ക്കോ ഇവിടുന്ന്. അയ്യോ രുക്മിണി ചീത്ത വിളിക്കല്ലേ, ഞാനൊരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളാത്തവളാ മറുകണ്ഠം ചാടി അവളോടൊപ്പം പോയത്. ഇറങ്ങൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ. അയ്യോ എൻ്റെ പൊന്നുമോളെ രുക്മിണി, പോസ്റ്റ്മോർട്ടം ചെയ്ത ശവത്തെ വീണ്ടും കുത്തല്ലേ. രുക്മിണി മോളെ ഞാനൊന്ന് കുമ്പസരിച്ചോട്ടെ. ഇത് കുമ്പസരിക്കാൻ പള്ളിമേടയല്ല, ഞാൻ പള്ളിയിൽ അച്ഛനുമല്ല. അയ്യോ എൻ്റെ രുക്മിണി മോൾ അങ്ങനൊന്നും പറയല്ലേ. ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു മധ്യസ്ഥനോട് പറയുന്നതിന് കുമ്പസാരമെന്നല്ലയോ പറയുന്നത്. എന്തായാലും എൻ്റെ രുക്മിണി മോളെ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. അതിനുശേഷം വേണമെങ്കിൽ എന്നെ അടിച്ചിറക്കിക്കോ. എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്? കേൾക്കണം മോളെ. ഇടിവെട്ടിയവനെ പട്ടി കടിച്ച കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എൻ്റെ തള്ളേ, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്നല്ലേ? അതിന് രുക്മിണി മോളെ എല്ലാ സ്ഥലത്തും പാമ്പ് ഉണ്ടാകണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് എളുപ്പ സ്ഥലം വിട്ടണം. എൻ്റെ മോളെ രാജു രമ്യയെ കല്യാണം കഴിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങളുടെ കല്യാണം വള്ളം മുങ്ങിയപ്പോൾ ഞാൻ ആ മറ്റേ വള്ളത്തിലൂടെ ചാടിക്കയറിയെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ അതിൽ വല്ലാത്ത പശ്ചാത്താപമുണ്ട് മോളെ. അതൊന്നുമല്ല, അവനും അവളും കൂടെ നിങ്ങളെ അടിച്ചവിടുന്ന് പുറത്താക്കി കാണും. അതിന് വേലയിറക്കിക്കൊണ്ട് വരുവാ നിങ്ങൾ. അയ്യോ അങ്ങനെയൊന്നും അല്ല രുക്മിണി മോളെ. അവിടെ കാര്യം ആ ഋതിയുടെ കാര്യം വല്ലതും മോക്ക് കേൾക്കണോ? അത് കേട്ടപ്പോൾ രുക്മിണിക്കൊരു പതർച്ച. എന്താ അവിടെ കാര്യം? അവൾ മന്ത്രിയുടെ മോളുമല്ല, തന്ത്രിയുടെ മോളുമല്ല, വെറും പിച്ചക്കാരി. പിച്ചക്കാരിയിലും പിച്ചക്കാരി. ഋതിയെക്കുറിച്ച് ദൂഷിക്കാനാണല്ലോ ഈ പെണ്ണുംപിള്ള വന്നത്. അപ്പോൾ ആ കഥകളൊക്കെ ഒന്ന് കേട്ടേ ഉള്ളൂ, ബാക്കി കാര്യം എന്നും പറഞ്ഞ് രുക്മിണി പെട്ടെന്ന് ചിരിച്ചോണ്ട്, നിങ്ങൾ എന്തോ മുണ്ടക്കലമ്മേ പറയുന്നത്, നിങ്ങളിങ്ങോട്ട് ഇരുന്നേ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ കൊച്ചമ്മണിയെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അവളെ ഉണ്ടല്ലോ ഋതികെ, വർമ്മയുണ്ടല്ലോ ഒഴിവാക്കിയതാ. വർമ്മ ഇവളെ വെറും ഷവർമ്മയാക്കിയതാ. ഷവർമ്മയാക്കിയെന്നോ? എന്ത് ഷവർമ്മ? എൻ്റെ മുണ്ടക്കലമ്മേ, നിങ്ങൾ കാര്യം തെളിച്ച് പറ. എൻ്റെ രുക്മിണി മോളെ, അവിടെ കൈ 10 നയാ പൈസ ഇല്ല. ആ വർമ്മ ഇവളെ ഉണ്ടല്ലോ ഒന്നും കൊടുക്കാതെ ഒഴിവാക്കിയതാ. എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, വേണമെങ്കിൽ രുക്മിണി മോൾ അത് കേട്ടോ. അങ്ങനെ മുണ്ടക്കലമ്മ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ആ ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊക്കെ കൊച്ചമ്മണി രുക്മിണിയോട് പറയുവാണ്. അതെല്ലാം കേട്ടിട്ട് രുക്മിണി പറയുന്ന, അയ്യേ നാണക്കേടായിപ്പോയല്ലോ, നാണക്കേടായിപ്പോയെന്നോ, ഞാനങ്ങ് തൊലിയിരിഞ്ഞു പോയി എൻ്റെ രുക്മിണി. അയ്യോ ഇനി ഇവൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ആ രാജു അവളെ അടിച്ച് പുറത്ത് കളയും. 10 കാശില്ലാത്ത ഇവളെ എന്തിനാ നമ്മുടെ രാജുവിന് എന്നൊക്കെ കൊച്ചമണി പറയുവാണ്. അവൾ അനുഭവിക്കട്ടെ, അവൾ അങ്ങനെ അനുഭവിക്കും എൻ്റെ രുക്മിണി. അല്ലെങ്കിലും അവക്കവിടെ യാതൊരു സ്വസ്ഥതയും ഇല്ല. ഒന്നുകിൽ താലിമാല രാജു പൊട്ടിക്കും, അല്ലെങ്കിൽ അവൾ തന്നെ അത് പൊട്ടിച്ചെറിഞ്ഞിട്ട് അവളവിടെ പാട്ടിന് പോവും. എനിക്കിത് കേട്ടാൽ മതി, സന്തോഷമായി. മുണ്ടക്കലമ്മ ഇനി ഞങ്ങളുടെ കൂടെ നിൽക്കുമോ? പിന്നെ അല്ലാതെ ഞാൻ നിങ്ങളോടല്ലേ ഇനി നിൽക്കുന്നത്. എന്നിട്ടൊരു വിങ്ങിപ്പൊട്ടുന്ന കരച്ചിൽ പോലൊക്കെ അഭിനയിച്ചിട്ട് കൊച്ചമ്മണി പറയുന്നു, അയ്യോ എനിക്ക് രമ്യ കൊച്ചിനെ ഒന്ന് കണ്ട് മാപ്പ് ചോദിക്കണം. എൻ്റെ കുഞ്ഞവിടെ, അവൾ മുകളിലുണ്ട്, മുണ്ടക്കലമ്മ അവിടെ ചെന്ന് കണ്ടോളൂ എന്നൊക്കെ രുക്മിണിയും പറയുവാണ്. രമ്യയാണെങ്കിൽ ആകെ കിളി പോയതുപോലെ മുടിയൊക്കെ അഴിച്ചിട്ടൊരു കോലം കെട്ടവിടെ ഇരിക്കുന്നു. കൊച്ചമ്മണി അത് കണ്ടിട്ട് ഉള്ളി ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നൊരു അഭിനയത്തോടെ, മോളെ രമ്യ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണേ മോളെ. ഇനി മുതൽ ഞാൻ രമ്യമോടെ കൂടെയാ, മോളിനി ഒന്നും പേടിക്കണ്ട, ഞാൻ എല്ലാം മോക്ക് ശരിയാക്കി തരാം എന്ന് പറയാൻ രമ്യ ചാടി എണീറ്റ് ഒരു വടിയെടുത്ത് തലങ്ങും വിലങ്ങും കൊച്ചമ്മണി അടിക്കുക. പോകളവി അവിടെ നിന്ന് അടിയും കൊണ്ട്, അയ്യോ രക്ഷിക്കണേ, പെണ്ണിന് പ്രാന്താണേ എന്നും പറഞ്ഞ് കൊച്ചമ്മണി ഓടുന്നുണ്ട്. രാജു ഋതികയുടെ അടുത്തോട്ട് വരുന്നു. ഋതിക മേഡം ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താ രാജു? അതെ, മേഡത്തിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക. ഫ്രീസ് ചെയ്തിരിക്കുന്നെന്നോ? അതെ രാജു, ബാങ്ക് മാനേജർ എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ എല്ലാം അന്വേഷിച്ചു. അതുകൊണ്ടാണ് മേഡത്തിന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്. ആരാ രാജു എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്? അതൊക്കെ നമുക്ക് അന്വേഷിക്കാം, മേഡം വിഷമിക്കണ്ട. ഒരാളുടെ അക്കൗണ്ട് കയറി മറ്റൊരാൾക്ക് മതിയായ കാരണമില്ലാതെ ഫ്രീസ് ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് നമുക്കത് അന്വേഷിക്കാം. മേഡം വാ, നമുക്ക് ബാങ്കിൽ പോകാം. പിന്നൊരു കാര്യം, വലിയ അഡ്വൈസ് ആണെന്ന് മേഡം കരുതരുത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.
ദൈവത്തെ ഓർത്ത് ഈ കൾച്ചറില്ലാത്ത ആൾക്കാരെയും വിളിച്ചുകൊണ്ട് കണ്ട ഹോട്ടലിലൊന്നും പോയേക്കരുത്. അത് മാത്രമല്ല, എരന്ന് തിന്നുന്നവരെ തുറന്ന് തിന്നുന്നവരാ എൻ്റെ അളിയനും അളിയൻ്റെ അമ്മയും. അവരോടൊന്നും മേഡത്തിന് കൂടുതൽ കമ്പനി വേണ്ട. അവരൊക്കെ നമ്മളെ നാണം കെടുത്തും. മേഡത്തിനൊരു നിലയും വിലയും അന്തസ്സും സംസ്കാരവും ഉണ്ട്. ഇവരുടെ കൂടെയൊക്കെ കൂടിയാലേ പിന്നെ അതും മേഡത്തിന് നഷ്ടമാകും. രാജു പറഞ്ഞതൊക്കെ കേട്ട് ഋതിക ചിന്തിക്കുവാണ്. രാജു പറഞ്ഞത് എത്ര സത്യമാ. സത്യത്തിൽ എൻ്റെ കാശിന് വേണ്ടിയിട്ടല്ലേ കൊച്ചമണി അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചത്. ഇതൊന്നും ഇനി എന്തായാലും രാജുവിനോട് പറയണ്ട. രാജു വിളിച്ചിനി അവരോടങ്ങനെ ചൂടായാലോ. എനിക്കൊന്നുകൂടി പറയാനുണ്ട് മേഡം. മേഡം വെറും ഒരു പാവമാണ്. അവരുടെ ആ വലയിലെങ്ങും ചെന്ന് വീണേക്കല്ലേ എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് രാജു ഋതിയേയും വിളിച്ചോണ്ട് വരുവാണ്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കണേ മേഡം. രമ്യയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചുകൊണ്ട് കൊച്ചമ്മണി വന്നിരുന്ന് വിഷമിച്ചുകൊണ്ട് പറയുക. ഉത്തരത്തിലിരുന്ന് എടുക്കാനും പറ്റിയില്ല, കഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്തു. ജയൻ വന്നിട്ട് അമ്മയോട് പറയുക, അമ്മേ മനപ്പായസം കുടിച്ചതൊക്കെ വെറും മിച്ചം. എന്തൊക്കെ പ്ലാനുകളായിരുന്നു. എനിക്ക് എൻ്റെ കാര്യം ഓർത്തിട്ടല്ലമ്മേ സങ്കടം, അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. എൻ്റെ അമ്മ ഒരു കൊട്ടാരം മോഹിച്ചു പോയില്ലേ. അതിനകത്തൊരു മഹാറാണിയെപ്പോലെ വിലസാവുന്ന സ്വപ്നം കണ്ടതല്ലേ. മോൻ പറഞ്ഞതൊക്കെ ശരിയാടാ. സൂര്യമംഗലംകാർക്ക് ഒത്തിരി കൊട്ടാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഋതികയ്ക്കൊരു തേങ്ങാക്കൊലയില്ലെന്ന് ഞാൻ ഇപ്പോഴല്ലേടാ മോനെ അറിഞ്ഞത്. എൻ്റെ അമ്മയെ അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. അതല്ലേ രമ്യയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. ശരിയാ മോനെ. ആ രമ്യ കൊട്ടാരം ഒന്നും തന്നില്ലെങ്കിലും കാശായിട്ടെങ്കിലും എന്തെങ്കിലും തന്നേനെ. എൻ്റെ ദൈവമേ, ഇവൾ ഇത്ര ദരിദ്രവാസിയാണെന്ന് ഞാൻ അറിഞ്ഞു. 10 കാശിന് വിഷം മേടിച്ച് തിന്നാൻ പോലും കഴിവില്ലാത്ത മന്ത്രിയുടെ മോള്. എൻ്റെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. അതേതായാലും ഞാൻ അമ്മയോട് പറയാം. എന്തുവാടാ? ഈ കുടുംബം കലക്കാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞ് മറ്റാരും ഈ ലോകത്തില്ല. കുടുംബം കലക്കാൻ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കൊച്ചമ്മണി കലക്കിയിരിക്കും. എങ്കിലമ്മ ആദ്യം ചെയ്യേണ്ടത് രാജുവിൻ്റെയും ഋതികയുടെയും ദാമ്പത്യ ജീവിതം അങ്ങ് കലക്ക്. എന്നിട്ട് ഋതിക എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അങ്ങ് ഓടിക്ക്. എന്നിട്ട് നമുക്ക് രമ്യയെ രാജുവിനെ കൊണ്ട് കെട്ടിക്കാം. എടാ ജയ, നീ കെട്ടിക്കാന്ന് പറയാനേ രാജു എന്താ വല്ല ആടോ പശുവോ വല്ലോ ആണോ? അഥവാ ഇനി ആ മണ്ടൻ രാജു സമ്മതിച്ചെന്നിരിക്കട്ടെ, അവനെ കൊണ്ട് എങ്ങനെ അവളെ കെട്ടിക്കും? ആ രമ്യയ്ക്ക് വട്ടല്ലയോടാ. രാജു അവളെ കെട്ടുമെന്നൊക്കെ ഉറപ്പായി കഴിയുമ്പോഴേക്ക് അവിടെ വട്ടൊക്കെ അങ്ങ് മാറുമേ. എടാ, എനിക്കിപ്പോൾ നിനക്കാണോ വട്ടെന്നാ തോന്നുന്നത്? നീ വേറെ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. നീ എന്തോന്ന് പറയാനാ? ഈ കല്യാണ കച്ചവടമേ 8 നില പൊട്ടിയില്ലേ. നമ്മുടെ വേണുവേട്ടൻ കളിയാക്കി ചിരിച്ചോണ്ട അവരുടെ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, എന്താ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും കൂടെ കാര്യമായിട്ടൊരു ചർച്ച? ആരെയെങ്കിലും കുഴിയിൽ ചാടിക്കാനാണോ? അയ്യോ അല്ലച്ചാ, ഈ കുഴിയിൽ ചാടിക്കിടക്കുന്ന കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ വിഷമിക്കുമായിരുന്നു. കൊച്ചമ്മണിയുടെ ഈ അഭിനയം വല്ലതും നമ്മുടെ വേണുവേട്ടൻ്റെ അടുത്ത് ചിലവാകുമോ? അയ്യോ, നിങ്ങൾ ഇത്രയധികം കുടുംബസ്നേഹിയായിരുന്നോ? അയ്യോ, ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ ആത്മാർത്ഥതയിൽ ഞാനങ്ങ് സംശയിച്ചു പോയല്ലോ എന്നൊക്കെ കളിയാക്കൽ തന്നെ. സാധാരണ പെൺമക്കളെ കെട്ടിച്ചു വിടുമ്പോഴേ മാതാപിതാക്കളുടെ ഭാരം തീരുകയാണ് ചെയ്യുന്നത്. എനിക്കാണെങ്കിലോ നേരെ മറിച്ചാണ് അനുഭവം. ഭാരം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ജയൻ ചോദിക്കുന്ന, അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ. എൻ്റെ മോനെ ഞാൻ എൻ്റെ മോളെ കെട്ടിച്ചയക്കുകയല്ലല്ലോ ചെയ്തത്. ഒരു മകനെ ഇങ്ങോട്ട് കെട്ടിച്ചെടുക്കുകയല്ലായിരുന്നു. അതും സാധാരണ മരുമകനാണോ? ഒരു അമ്പലം വിഴുങ്ങിയെ. അത് കേൾക്കുമ്പോൾ ജയൻ, മിസ്റ്റർ വേണുഗോപാൽ, എടാ മോനെ, പുരയ്ക്ക് തീ പിടിക്കുമ്പോഴാണോടാ അച്ഛനും മരുമകനോടൊരു കടിപിടി? അമ്മിണിയുടെ വക ചോദ്യമാണ്. അയ്യോ, പുരയ്ക്ക് തീ പിടിച്ചെന്നോ? അതെപ്പോഴാ എന്നും പറഞ്ഞ് വേണുവേട്ടൻ ഇങ്ങനെ തമാശയായിട്ട് നോക്കുക. അയ്യോ അതല്ലച്ചാ, നമ്മുടെ വീടിപ്പോൾ ആകെ പുകഞ്ഞുകൊണ്ടിരിക്കുമല്ലയോ. അതിനൊരു ശാശ്വത പരിഹാരം വേണ്ടേ? അതിനെക്കുറിച്ചാണ് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്നേഹനിധിയായ അമ്മയും മോനും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിലാ അച്ഛൻ വന്ന് പാഷാണം കലർത്തിയത്. അയ്യോ എൻ്റെ സ്നേഹനിധികളെ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ പുരയ്ക്ക് തീ പിടിച്ചെന്നും പുകയുന്നെന്നും ഒക്കെ പറഞ്ഞല്ലോ. എന്തുവാ അതൊക്കെ? കൊച്ചമണി പറയുക, അയ്യോ എൻ്റെ അച്ഛാ, രാജുവും ഋതിയേയും കൂടെയുള്ള കല്യാണത്തോടെ ഈ കുടുംബത്തിൻ്റെ സമാധാനം തകർന്നില്ലയോ? രാധമ്മയാണെങ്കിൽ ബാധകേറിയൊരു ചുടലയക്ഷിയെപ്പോലെയായി. നിർത്തിക്കുവാണോ ഇവിടുന്ന് എന്നും പറഞ്ഞ് വേണുവേട്ടൻ അങ്ങ് ദേഷിക്കുവാണ്. എൻ്റെ മകളുടെ അമ്മായിയമ്മ എന്ന പേര് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബഹുമാനമൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വാക്കുകൊണ്ട് പോലും അതില്ലാതാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെൻ്റെ സംസ്കാരമാണ്. പെൺമക്കളെ 2 പേരെയും കെട്ടിച്ചു വിട്ടതുകൊണ്ട് ഞാനും രാധമ്മയും രാജുവും ഋതികമോളും മാത്രമാണ് ഇപ്പോഴീ കുടുംബം. പ്രിയ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും ഇവിടുത്തെ അതിഥികൾ മാത്രമാണ്. അതായത് വിരുന്ന് വന്നവർ. ഈ വിരുന്ന് വന്നവരെ വീടിൻ്റെ ഭരണം ഏറ്റെടുക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ തല പുകയ്ക്കുകയും വേണ്ട.
ഞാനേ ഇവിടുത്തെ കുടുംബനാഥനാ. ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ആണെങ്കിലും ഞാൻ ഇവിടം വരെ എത്തിച്ചില്ലേ. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ദയവായി നിങ്ങൾ ഈ കുടുംബം കലക്കരുത്. വിവരവും ബോധവും ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ അങ്ങ് പോവുകയാണ്. ജയൻ പറയാ, അമ്മേ അയാൾ പറഞ്ഞു കേട്ടോ? അതേടാ ഞാൻ കേട്ട്. അയാൾ നമ്മളെ വിരുന്നുകാരനാക്കിയില്ലേ, അപ്പോൾ നമുക്ക് ഈ കുടുംബം കലക്കുക തന്നെ ചെയ്യണോടാ. എന്നിട്ടേ ഇനി കൊച്ചമണി തിരികെ പോകത്തുള്ളൂ. ഇതെൻ്റെ ഒരു വാശിയാടാ. ഋതികയാണെങ്കിൽ അടുക്കളയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിയ ഋതികയെ കണ്ടോണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ഋതിക പ്രിയയെ വിളിക്കുന്നു. പ്രിയേച്ചി, എന്നെ കണ്ടോണ്ട് പ്രിയേച്ചി തിരിഞ്ഞു നടന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തിനാ പ്രിയേച്ചി എന്നോട് ഇത്ര ദേഷ്യം? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. പ്രിയേച്ചിക്ക് മറ്റാരോടും ദേഷ്യമില്ലായിരിക്കും, പക്ഷേ എന്നോട് ദേഷ്യമുണ്ട് എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഋതിക പറയുന്നത്. ഞാൻ എന്ത് തെറ്റാ പ്രിയേച്ചി നിങ്ങളോടൊക്കെ ചെയ്തത്? പ്രിയേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് ഋതിക പറയുക, എനിക്ക് അമ്മയോ ചേച്ചിമാരോ ഇല്ല, എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ് രാധമ്മ, എൻ്റെ ചേച്ചിയാണ് എൻ്റെ പ്രിയേച്ചി എന്നൊക്കെ കൈക്ക് പിടിച്ച് കരയുവാണ് ഋതിക. ഞാൻ രാജുവിനെ സ്നേഹിച്ചു പോയത് തെറ്റാണോ പ്രിയേച്ചി? ഞാൻ രാജുവിനെ മാത്രമല്ല സ്നേഹിച്ചത്, നിങ്ങളെ എല്ലാവരെയും എനിക്കിഷ്ടമാണ്. ഇത് എൻ്റെയും കൂടെ വീടാണെന്നാണ് ഞാൻ കരുതിയത്. ആ ഒരു സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടിയാണ് രാജുവിനോടൊപ്പം കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷെ നിങ്ങളോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് എനിക്ക് രാജുവിനെ സ്വന്തമാക്കണമെന്ന് ഒരു മോഹവും ഇല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിയ പറയുന്നു, എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും എനിക്ക് ചെയ്യാനും പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഭദ്രകാളിയെപ്പോലെ അലറിക്കൊണ്ട് രാധമ്മ പ്രിയേ എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ്. ഋതികയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് രാധമ്മ പ്രിയോട് പറയുന്നു, കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ പോയി എന്തെങ്കിലും ജോലി ചെയ്യടി. അവളുടെ ഒരു ലോഹ്യം പറച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിയ അങ്ങ് ഓടിപ്പോവാണ്. രാധമ്മ ദേഷ്യത്തോടെ ഇങ്ങനെ ഋതികയെ തന്നെ നോക്കുക. ഋതികയ്ക്കാണെങ്കിൽ രാധമ്മയുടെ ആ നോട്ടം സഹിക്കാൻ പറ്റാതെ ഋതിക അങ്ങ് കുനിഞ്ഞു നിന്ന് കരയുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ രാധമ്മയ്ക്ക് പറ്റിയ ഒരു മാറ്റമേ, ഈ രാധമ്മയ്ക്ക് എന്തോ വലിയ അപകടമാണ് വരാൻ പോകുന്നത്. ആ അപകടത്തിൽ നിന്നൊക്കെ ഈ ഋതികയായിരിക്കും ഈ രാധമ്മയെ രക്ഷിക്കാൻ പോകുന്നത്. ഋതികയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത അംബികയ്ക്ക് കിട്ടാൻ പോകുന്ന അടിയും നമുക്ക് ഉടനെ തന്നെ കാണാം. ഇനി ഇതിനെ തുടർന്നുള്ള റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.